നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ചും ഗർഭ ശുശ്രൂഷയിലും പ്രസവത്തിലും വളരെ മുമ്പിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഗർഭിണികൾക്ക് അവരെ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു ലക്ഷണത്തെപ്പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഗർഭിണികൾ ഭയചകിതരാകുന്ന ഒരു അവസ്ഥയാണ് ഗർഭസമയത്ത് എപ്പോഴെങ്കിലും രക്തസ്രാവം കാണുകയാണെങ്കിൽ. ആദ്യത്തെ 3 മാസങ്ങളിൽ രക്തസ്രാവം കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ ഗർഭം അലസിപ്പോവുകയാണ് എന്നുള്ളതാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ടും സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഗർഭം അലസിപ്പോകുന്നത് 3 മാസത്തിന് മുമ്പാണ്. എന്നാൽ 3 മാസം അടുപ്പിച്ചും അത് കഴിഞ്ഞിട്ടും അവർക്ക് രക്തസ്രാവം വരാനുള്ള സാധ്യതകളുണ്ട്. പല പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനമായും മറുപിള്ളയുടെ സ്ഥാനം തെറ്റിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ രക്തസ്രാവം വരുന്നത്. എവിടെയാണ് ഈ മറുപിള്ള സാധാരണ കാണുന്നത്? മറുപിള്ള അഥവാ പ്ലാസെൻ്റ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ മറുപിള്ളയിൽ കൂടിയാണ് അമ്മയുടെ രക്തം കുഞ്ഞിലേക്ക് എത്തുന്നത്. മറുപിള്ള വഴി, പൊക്കിൾക്കൊടി വഴി അമ്മയുടെ രക്തം കുഞ്ഞിനെത്തുകയും കുഞ്ഞിനാവശ്യത്തിനുള്ള ഓക്സിജനും വേറെ പോഷക കാര്യങ്ങളുമൊക്കെ അതുവഴി കിട്ടുന്നു. അപ്പോൾ ഇതെവിടെയാണ് സാധാരണഗതിയിൽ ഇരിക്കുന്നത്? ഗർഭപാത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഗർഭപാത്രത്തിൻ്റെ താഴെ സെർവിക്സ് അഥവാ ഗർഭപാത്രത്തിൻ്റെ മുഖമുണ്ട്. ഈ സെർവിക്സ് തുറന്നു കഴിഞ്ഞിട്ടാണ് പ്രസവം സാധാരണഗതിയിൽ നടക്കുന്നത്. എന്നാൽ വളരെ ഒരു ചെറിയ ശതമാനം സ്ത്രീകളിൽ പല പല കാരണങ്ങൾ കൊണ്ട് ഈ പ്ലസൻ്റ അഥവാ മറുപിള്ള അതായത് ഈ സെർവിക്സിനോടടുത്ത് ആ ഗർഭപാത്രത്തിൻ്റെ മുഖത്തിനോടടുത്ത് ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെയാണ് പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലിരിക്കുന്നതിന് പകരം ഗർഭാശയത്തിൻ്റെ മുഖത്തിനോടടുപ്പിച്ച് താഴെ ഇരുന്നാൽ എന്താണ് പ്രശ്നം വരിക? 6 മാസം 7 മാസം കഴിയുമ്പോഴേക്കും കുറച്ച് വ്യതിയാനങ്ങൾ ഗർഭപാത്രത്തിൻ്റെ താഴത്തെ ഭാഗത്ത് വരും. നമ്മൾ പറയും ലോവർ സെഗ്മെൻ്റ് എന്ന്. അതായത് ഗർഭപാത്രം ഒരു മുകളിലത്തെ ഭാഗവുമുണ്ട്, താഴെയുണ്ട്. താഴെയുള്ളതിനെ നമ്മൾ ലോവർ സെഗ്മെൻ്റ് ഓഫ് ദ യൂട്രസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ താഴത്തെ ഭാഗം കുറച്ചൊന്ന് വികസിക്കാൻ തുടങ്ങും. കാരണം കുഞ്ഞ് വലുതാകുന്നതിനനുസരിച്ച് കുഞ്ഞിനെ ഗർഭപാത്രത്തിനകത്ത് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴത്തെ ഭാഗം വികസിക്കുന്നത്. അപ്പോൾ ഗർഭപാത്രത്തിൻ്റെ താഴത്തെ ഭാഗത്ത് മറുപിള്ളയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മറുപിള്ളയ്ക്ക് ഒരു അനക്കം സംഭവിക്കും. അങ്ങനെ അനക്കം സംഭവിക്കുമ്പോൾ കുറച്ച് രക്തം നമ്മളുടെ സ്ത്രീകളുടെ സർവിക്സ് വഴി താഴേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, പണ്ട് ഈ പ്ലസൻ്റ പ്രീവിയ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് ഒരു 7 മാസം ഒക്കെ ആവുമ്പോഴാണ്. കാരണം അന്ന് സ്കാൻസ് വളരെ കുറവായിരുന്നു. അത് പ്ലസൻ്റ പ്രീവിയ എന്ന് പറയണമെങ്കിൽ തന്നെ 7-ാം മാസം കഴിഞ്ഞിട്ടും മറുപിള്ള താഴെ ഇരിക്കുകയാണെങ്കിൽ ആണ് അതിനെ പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് സ്കാനിനുള്ള സൗകര്യങ്ങൾ എല്ലായിടത്തുമുണ്ട്. നമ്മൾ ഗർഭം തുടങ്ങുമ്പോൾ തന്നെ സ്കാൻ നോക്കുന്നു. 14 ആഴ്ച 15 ആഴ്ച ആവുമ്പോൾ തന്നെ എവിടെയാണ് മറുപിള്ള ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് പലപ്പോഴും 4 മാസം കഴിയുമ്പോൾ തന്നെ മറുപിള്ള താഴെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ചെറിയ ചെറിയ രക്തസ്രാവം കണ്ടു കഴിയുമ്പോൾ അവർ ഭയചകിതരാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ? അവരുടെ ഭയത്തിൻ്റെ കാരണം ഈ രക്തസ്രാവം വരുന്നതോടുകൂടി കുഞ്ഞിൻ്റെ രക്തമാണോ പോകുന്നത്, കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ രക്തമല്ല, ഇത് അമ്മയുടെ രക്തമാണ് പോകുന്നത്. കാര്യം
ഒരു ചെറിയ രീതിയിൽ മാത്രമേ രക്തസ്രാവം സാധാരണ കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ ഇത് കുഞ്ഞിനെ ബാധിക്കാറില്ല. ഇനി 7 മാസം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ് ഈ ഗർഭപാത്രത്തിൻ്റെ താഴത്തെ ഭാഗം നല്ലപോലെ വികസിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് കൂടുതലായിട്ടും കാണാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പോലും നമ്മൾ കാണുന്നത് അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയോ കുഞ്ഞിൻ്റെ ഹൃദയത്തുടിപ്പിനെയോ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ധാരാളം അമിതമായ രക്തസ്രാവം വന്ന് അമ്മയുടെ ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞ് കഴിയുന്ന സാഹചര്യത്തിൽ മാത്രമേ അത് കുഞ്ഞിനെ ബാധിക്കുകയുള്ളൂ. അപ്പോൾ പ്ലസൻറ്റ പ്രീവിയ കാരണമുള്ള ചെറിയ ബ്ലീഡിങ് നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. ഒരു കരുതലെടുത്ത് അങ്ങനെ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ ആശുപത്രിയിലെത്തണം. ചിലപ്പോൾ കുഞ്ഞു തുള്ളികളായിട്ടായിരിക്കും ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ ബ്ലീഡിങ് വന്നു എന്നിരിക്കാം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ആശുപത്രിയിലാണെങ്കിൽ ഒരു ഡ്രിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ അമ്മയ്ക്ക് അപകടമൊന്നും വരാതെ കുഞ്ഞിനും അപകടമൊന്നും വരാതെ നമുക്ക് നോക്കാൻ പറ്റും. ഈ ഒരു ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ ആ ഇളകിയ ഭാഗം ഒന്ന് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് ആ അനക്കം ഒന്ന് നിന്ന് കഴിയുമ്പോഴേക്കും ബ്ലീഡിങ് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലസൻറ്റ പ്രീവിയ ഉള്ളവർക്ക്, പ്ലസൻറ്റ താഴെയുള്ളവർക്ക് വളരെയധികം ഭയപ്പെടേണ്ട കാര്യമില്ല. ചെറിയ രക്തസ്രാവമൊക്കെ അവർക്കുണ്ടാകാം. അത് പ്ലസൻറ്റ പ്രീവിയ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടേണ്ട. 7-ാം മാസത്തിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഗർഭപാത്രം വളരുന്നതിനനുസരിച്ച് ഈ മറുപിള്ള മുകളിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി നേരത്തെ അനാവശ്യമായ ടെൻഷനും പേടിയും ഒന്നും വേണ്ട. അങ്ങനെ ഒരു ബ്ലീഡിങ് കാണുകയാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ എത്തണം. പ്ലസൻറ്റ പ്രീവിയ ഉണ്ടെങ്കിൽ ഗർഭസമയത്തുള്ള ലൈംഗിക ബന്ധം ഒഴിവാക്കണം. ഇനി തീരെയും അങ്ങ് താഴത്തെ ഭാഗം ആ ദ്വാരം സർവിക്സ് അടഞ്ഞിരിക്കുന്നവർക്കാണ് കുറച്ചും കൂടെ ബ്ലീഡിങ് വരാനുള്ള സാധ്യത. പക്ഷേ അവർക്കും 7-ാം മാസം ആവുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ച് മുകളിലേക്ക് പോവുകയും ഈ വലിയ അപകടം മാറിക്കിട്ടുകയും ചെയ്യും. നന്ദി, നമസ്കാരം.